നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും വീഡിയോയിലൂടെ സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണ പാദ മനുഷ്യം ഹൃദയ ഭാവയാമി. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഒരു കയ്യിലെ വെണ്ണയും ഒരു കയ്യിലെ ഉടക്കലുമായിട്ട് ഓടി വരുന്ന ഭാവത്തിൽ നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ് കേട്ടോ. നിൽക്കുകയാണ്, പക്ഷെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു കാലിങ്ങനെ ഓടുമ്പോൾ മടങ്ങി നിൽക്കുന്ന ഭാവത്തിലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ നല്ലോണം കണ്ടു തൊഴുതിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പട്ടുകോണകമൊക്കെ കൊടുത്ത് കിങ്ങിണിയൊക്കെ കെട്ടി 3 മാലയൊക്കെ കഴുത്തിലിട്ട് നല്ല ഭംഗിയുള്ള ഉണ്ണികൃഷ്ണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ 2 ദിവസമായിട്ട് കാണാത്തതിൻ്റെ പരിഭവമൊക്കെ തീർത്ത് കുറച്ച് നേരം നിന്ന് തൊഴാനുള്ളൊരു അവസരമൊക്കെ തന്നു. വളരെ 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 സന്തോഷമായി. ഗണപതിയുടെ അവിടെ തൊഴുതപ്പോൾ അവിടെ അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭഗവതിയുടെ അവിടെയും അലങ്കാരങ്ങളാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പനെ തൊഴാൻ പറ്റിയില്ല, കാരണം ഞാൻ ഏറ്റവും അവസാനം തൊഴുത് പുറത്തേക്ക് കിടന്നപ്പോഴേക്കും പ്രദക്ഷിണം വയ്ക്കേണ്ട, നട അടച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. എന്തായാലും വളരെ വളരെ സന്തോഷത്തോടു കൂടി ഉച്ചപൂജ തൊഴുത്തതിൻ്റെ എനർജിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ശബ്ദം മാത്രം ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. എൻ്റെ കഫം നിറഞ്ഞതിൻ്റെയും വീസിങ്ങിൻ്റെയും ഒക്കെ പ്രശ്നമുണ്ട്. അത് നേരെയായി വരുന്നു വിചാരിക്കുന്നു. മരുന്നുകളുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കേണ്ട എല്ലാവരും എനിക്കറിയാം. 2 ദിവസം ഞാൻ അമ്പലപ്പുഴയിൽ പോയതായിരുന്നു. അമ്പലപ്പുഴയിൽ കളഭം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മകരം 1-ാം തീയതി തൊട്ട് 12 ദിവസം 12 കളഭം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്സവമാണ് അവിടെ. ഇത് മകരം 12 ആണല്ലോ ഇന്നലെ. അപ്പോൾ അത് കഴിയുന്നതിന് മുൻപായിട്ട് പോകാൻ പറ്റി. വിളക്കെഴുന്നള്ളിപ്പ് കണ്ടു തൊഴാൻ സാധിച്ചു. അതാണ് ഏറ്റവും പ്രധാനം. എന്നാലും കളഭം ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് കളഭ ആറാട്ട് എന്ന് പറയുന്നത് കളഭാട്ടം നടത്താറുള്ളത്. ഗുരുവായൂരപ്പനെ കളഭത്തിൽ മുങ്ങിയ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് ഡിസംബർ 26 അല്ലെങ്കിൽ 27 തീയതികളിലാണ്. അതായത് മണ്ഡലം 41-ാമത്തെ ദിവസത്തിലാണ്. അവിടെ പക്ഷേ മകരം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഈ ഒരു കളഭ മഹോത്സവം. അപ്പോൾ ഭഗവാന് ചന്ദനഞ്ചാറത്തിന് പകരം ആ ഒരു കളഭത്തിൽ മൂടിയ ഭാവത്തിലാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നന്നായിട്ട് കണ്ടു തൊഴാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ 11, 12 ദിവസങ്ങളിലാണ് അവിടെ പങ്കുചേരാൻ സാധിച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രിയിലാണ് തിരിച്ചെത്തിയത്. അതാണ് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് മുതൽ നമുക്ക് റെഗുലർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു തരട്ടെ അല്ലേ. അപ്പം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. കുറേ ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ താഴെ വന്ന കമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ നോക്കി വരുന്നതേ ഉള്ളൂ. സുഭദ്ര എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് 3 മക്കളാണ്. 21 വയസ്സ്, 17 വയസ്സ്, 14 വയസ്സാണ്. ഇപ്പോൾ 3-4 വർഷമായിട്ട് തമ്മിൽ മിണ്ടുന്നില്ല. തമ്മിൽ കാണുമ്പോൾ തന്നെ വഴക്കാണ്. നേർക്ക് നേരെ മുഖം കാണാൻ അവർക്ക് പറ്റുന്നില്ല. 3 ആളും 3 റൂമിലാണ് അവരിയ്ക്കുന്നത്. ഒന്നിച്ചു ഭക്ഷണം കഴിക്കില്ല, ഒന്നിച്ചൊപ്പം പുറത്തു പോകില്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഒരാൾക്ക് മറ്റേയാളെ കാണാൻ പാടില്ല. കണ്ടാൽ ഭയങ്കര വഴക്കും വെറുപ്പും ഒക്കെയാണ്. ഞാൻ നാരായണീയത്തിലെ ഏത് ഭാഗമാണ് വായിക്കേണ്ടത്? ഒരമ്മ എന്ന നിലയിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരമ്മയാണ്. തീർച്ചയായിട്ടും ഏതമ്മയ്ക്കും മക്കളെല്ലാവരും ഒരുപോലെ സഹകരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഉണ്ണികൃഷ്ണനോട് മനസ്സ് തുറന്ന് പറയൂ. ഒപ്പം നാരായണീയത്തിലെ 19-ാമത്തെ ദശകം പ്രചേതസ്സുകളുടെ കഥയാണ് കേട്ടോ. ഒരേപോലത്തെ 10 കുമാരന്മാരാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിൽ വടക്കേച്ചിറ എന്നറിയപ്പെടുന്ന രുദ്രതീർത്ഥകുളത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്നവരാണ് ഈ പ്രചേതസ്സുകൾ. അവർ ഒരേപോലെ ട്വിൻസിനെ പോലെ, സാമ്യമുള്ള ട്വിൻസിനെ പോലെ എന്ന് പറയണ പോലെ ഒരേപോലത്തെ 10 കുമാരന്മാരാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും യോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രചേതസ്സുകളുടെ കഥ അനുസ്മരിക്കുന്നതിലൂടെ സാഹോദര്യം നിലനിർത്താൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ
സാഹോദര്യം നിലനിൽക്കട്ടെ, അമ്മയുടെ മനസ്സിൻ്റെ വിഷമം മാറട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാരായണീയത്തിലെ 19ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ദീപ ഗണേശൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സദാജി നമസ്കാരം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അല്ലെ ഗോശാല, അവിടെ കയറി ഗോക്കൾക്ക് പഴവും മറ്റും നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരു തവണ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഗോശാല കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തൽക്കാലം പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അടച്ചിട്ട രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സ്റ്റാഫിനെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഭാവിയിൽ അത് ആനക്കോട്ട തുറന്നു കൊടുക്കുന്ന പോലെ കാണാൻ പാകത്തിനാക്കി തുറന്നു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അടുത്തതായിട്ട് മറ്റൊരു ദീപ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഒത്തിരി ചോദ്യങ്ങൾ ഇട്ടിരുന്നു, ഒന്നും വായിച്ചില്ല. പക്ഷേ സവിതയുടെ പല വീഡിയോയിലൂടെയും അതിനെയൊക്കെ മറുപടി കിട്ടി. ഇപ്പോൾ എൻ്റെ ചോദ്യം, സവിത, എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒത്തിരി പ്രാർത്ഥന, നാരായണീയം ഒക്കെ വായിക്കുന്നു. ഒരു ഐഡിയ ഭഗവാൻ കാണിക്കുന്നില്ല. എന്താണ് ഇനി ഭഗവാൻ ഞാൻ ചെയ്യേണ്ടത്? നാരായണനാമം എഴുതുന്നുണ്ട്. ഗുരുവായൂർ വരുമ്പോൾ അടിപ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഒരു ദിവസം ഭജന ഇരിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്തു നിന്നാണ്. 82ാം ദശകം ഇന്നും വായിക്കുന്നുണ്ട്. ഇതിന് മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരുവിധം എല്ലാ മറുപടികളും ഞാൻ പറയാൻ സാധ്യതയുള്ള എല്ലാ സൊല്യൂഷൻസും ഓൾറെഡി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനി ഇരുന്ന് ചിന്തിക്കുക. ഐഡിയാസ് നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ബിസിനസ് തുടങ്ങണം എന്നാണെങ്കിൽ, ഒരു ബൊട്ടീക്ക് ആണെങ്കിലോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലചരക്ക് കച്ചവടം, അല്ലെങ്കിൽ പാല് ഔട്ട്ലെറ്റ്, അങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ഇതെല്ലാം കൂടി ചേർത്ത് ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ഒരു ലോട്ട് ഇട്ട് നോക്കുക, നറുക്കെടുത്ത് നോക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അതിലേതാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ഭഗവാന്റെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കും കേട്ടോ. ഇനി അതൊന്നും തോന്നണില്ല, മൈൻഡ് ബ്ലാങ്ക് ആണെന്നെങ്കിൽ തൽക്കാലം ബിസിനസ് ചെയ്യേണ്ടെന്ന് വെക്കേണ്ടി വരും. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും 3-4 ഓപ്ഷൻസ്. അത് വേണോ, ഇത് വേണോ, മറ്റത് വേണോ എന്നുള്ള ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവാനോട് തന്നെ ചോദിക്കുക. നിരന്തരമായി ഇങ്ങനെ സംശയം വരുമ്പോൾ, ഇതൊരു കാര്യത്തിനല്ല കേട്ടോ, ഏത് കാര്യത്തിന് സംശയം വരികയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് ഇതിലേതാ വേണ്ടത് എന്ന് ചോദിക്കുക, അത് തിരഞ്ഞെടുക്കുക. ഇതൊന്നും അല്ലാതെ ഏറ്റവും ആദ്യം ബിസിനസ് തുടങ്ങട്ടെ അതോ തുടങ്ങണ്ടയോ എന്നുള്ളതാണ് ആദ്യം നറുക്കിട്ട് നോക്കേണ്ടി വരിക കേട്ടോ. അതിൽ യെസ് ഓർ നോ കിട്ടുന്നതിനനുസരിച്ച് അടുത്ത ലോട്ട് ഇട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ സൊല്യൂഷനും നാരായണീയത്തിൽ 82ാമത്തെ ദശകം ചൊല്ലിക്കോളൂ, ലാഭം കിട്ടുമ്പോൾ അഹസ് വഴിപാട് ചെയ്തോളൂ, നാരായണനാമം ചൊല്ലിക്കോളൂ. ഇതെല്ലാം ഓൾറെഡി ചെയ്യുന്നുള്ള ആളാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് രസകരമായിട്ടുള്ളൊരു കമൻറ്റാണ്, ഞാൻ വായിക്കാം. അതിന് എൻ്റെ എക്സ്പ്ലനേഷനും കൂടെ പറയാൻ വേണ്ടിയിട്ടാട്ടോ വായിക്കണേ. പരിഭവത്തോട് കൂടിയിട്ടല്ല വായിക്കണേ, അത് മനസ്സിലാക്കൂ കേട്ടോ. ഗെയിമിംഗ് വിത്ത് എംപയർ എന്നാണ് ഐഡി കാണുന്നത്. സവിതക്കുട്ടീനെ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ കുട്ടി എന്തൊരു മേക്കപ്പാണ്, മോളെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്, ഇത്ര വലിയ കമ്മലൊക്കെ ഇടണോ, ഒരു ഗുരുവായൂർ ഭക്തയല്ലേ എന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് സവിതക്കുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. വലിയ കമ്മലിട്ടാലും വലിയ പൊട്ട് തൊട്ടാലും ചെറിയ പൊട്ട് തൊട്ടാലും ചെറിയ കമ്മലിട്ടാലും ഒക്കെ ഭഗവാനോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മാറ്റമൊന്നും വരില്ല കേട്ടോ. ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. മാത്രമല്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ. വലിയ പൊട്ടും വലിയ കമ്മലും കൈ നിറയെ വളയും കാലിൽ കൊലുസും നിറയെ മാലകളും ഒക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ ഞാൻ. പക്ഷേ ഈ പറഞ്ഞ മേക്കപ്പിനെ കുറിച്ച് വലിയ ധാരണയൊന്നും എനിക്കില്ല. നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ കാര്യമായിട്ടൊന്നും അറിയൊന്നുമില്ല അത്. പിന്നെ ഈ ഫിൽറ്ററിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയൊക്കെ സഹായത്തിൽ ഇങ്ങനെ ജീവിച്ച് പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൂ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വലിയ കമ്മൽ, എനിക്ക് വലിയ മുഖമാണല്ലോ, അപ്പോൾ വലിയ കമ്മലും വലിയ പൊട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അങ്ങനെ കാണാൻ. പൊട്ടും കമ്മലും ഒന്നും ഇല്ലാതെ എന്നെ കാണാൻ എനിക്ക് തന്നെ ഇഷ്ടമില്ല. എൻ്റെ കയ്യിലൊരു വളയിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും ചോദിക്കും, എല്ലാവരും, ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ നടക്കണേ ചോദിക്കും. അപ്പോൾ അങ്ങനെ എന്നെ എല്ലാവരും കണ്ട് ശീലിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ലാതെ
ഞാൻ തന്നെ എന്നെ കണ്ടിട്ടില്ല ഇതൊന്നും ഇടാതെ. അങ്ങനെ ഒരിക്കലും പതിവില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ എൻ്റെ മക്കളെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പെൺകുട്ടികളാണോ കണ്ണെഴുതണം, പൊട്ട് തൊടണം, കയ്യിൽ വളയിടണം, കമ്മലിടണം, ഇതൊക്കെ ഇട്ടാലാ നല്ല ഭംഗി ഉണ്ടാവുക. ഇങ്ങനെയാട്ടോ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോൾ ഞാനും ഇങ്ങനെ കേട്ടാണ് ശീലിച്ചത്. അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ്. അല്ലാതെ ഒരുപാട് മേക്കപ്പ് ചെയ്യണം എന്ന് കരുതിയിട്ടല്ല. എനിക്ക് ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതും കൃഷ്ണഭക്തിയും തമ്മിലൊരു ബന്ധവുമില്ല. മാത്രമല്ല അലങ്കാരപ്രിയനാണ് ഗുരുവായൂരപ്പൻ എന്നാ പറയുക. എത്ര അലങ്കരിച്ചാലും ഭഗവാനും മതിയാവില്ല. പിന്നെയും ഭഗവാന്റെ മുഖത്ത് നമ്മളിപ്പം അതൊക്കെ എനിക്കത് പരിചിതമായത് എപ്പോഴാണെന്ന് അറിയോ, ഒരു സപ്താഹത്തിന് പോയിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാചാര്യൻ വായിക്കാനും അർത്ഥം പറയാനും ഒക്കെ ആയിട്ട് ഒരാചാര്യൻ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള അല്ലെങ്കിൽ അനിയനായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും വരിക ഈ നേദ്യം സപ്താഹത്തിൻ്റെ ഇടയിലുള്ള നീതിക്കലിനും അതുപോലെ തന്നെ അലങ്കാരത്തിനൊക്കെ ആയിട്ട് ഒരാളുണ്ടാവും. ആ അലങ്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അമ്മ കൊണ്ടുവന്ന് മാല കെട്ടി മുന്നിൽ കൊണ്ടുപോയി വെച്ച് നമസ്കരിച്ചു. അദ്ദേഹം അത് ഉടനെ എടുത്ത കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മ നിറയെ ചെമ്പക പൂക്കൾ കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ ചെമ്പക പൂക്കളൊക്കെ ഓരോന്നും മാല പോലെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മ കൊണ്ടുവന്നു നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂ എന്ന് പറയില്ലേ, അത് കൊണ്ടുവരണു. അപ്പോൾ ആ ഭഗവാന്റെ ചെവിയോട് ചേർത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ നിറയെ പൂക്കളുടെ ഇടയിൽ ഭഗവാന്റെ മുഖം മാത്രം, ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല, അത്രയ്ക്ക് അലങ്കരിച്ചിരിക്കണു. അപ്പോഴാണ് ഒരമ്മ ഒരു താമരപ്പൂ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ, ഇനി ഇതിപ്പോൾ എവിടെയാണ് വയ്ക്കുകയെന്ന്. ഒരു സംശയമില്ല, മറ്റേ കവിളിൻ്റെ ഭാഗത്തായിട്ട് ഈ ഓടക്കോയിൽ ഇങ്ങനെ വിളിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ആ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൻ്റെ അവിടെയൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ മുഖത്തെ കണ്ണിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടാവും ആ താമരപ്പൂവ്. ഇനിയും ഒരു 4 പേര് എന്തെങ്കിലും കൊണ്ടുവന്നാലും ഭഗവാനെ അലങ്കരിക്കാൻ അവിടെ റെഡിയാണ് ഭഗവാൻ. ആ രീതിയിലാണ് ഗുരുവായൂരപ്പൻ. അത്ര അലങ്കാരപ്രിയനാണ് ഗുരുവായൂരപ്പൻ. അത്രയും അലങ്കാരപ്രിയനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിലേക്ക് നമ്മളൊരു ഫെയ്ഡായിട്ടുള്ള കളറായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കമ്മലൊന്നും ഇടാതെ പൊട്ടൊക്കെ എന്താ പറയുക കണ്ണിലിട്ട ചിമ്മാൻ ഭാഗത്തിന് കുഞ്ഞൊരു പൊട്ടൊക്കെ വെച്ച് എന്തോ ഒരു ദുഃഖപുത്രിയുടെ പോലെ പോകണമെന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്തൊരു ബോറായിരിക്കും അതല്ലേ. നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ട് നല്ല പളപ്പളപ്പൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വലിയ പൊട്ടൊക്കെ തൊട്ട് വലിയ കമ്മലൊക്കെ ഇട്ട് സുന്ദരിമണിയായിട്ട് ചെന്ന് നോക്കൂ. ഗുരുവായൂരപ്പന് നല്ല സന്തോഷവും. എൻ്റെ അനുഭവം കേട്ടോ. ചിലപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ മാത്രം തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷെ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം അതും നമ്മുടെ ഉണ്ണികൃഷ്ണനോടുള്ള ഇഷ്ടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. അടുത്തത് പാർത്ഥിവ് രജു എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി സങ്കടമാണ്, എൻ്റെ മോളുടെ വേണ്ടാത്ത അടുപ്പം മാറാൻ, മനസ്സ് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരമ്മയുടെ വേദനയാണ്. ഓക്കെ, ID പാർത്ഥിവ് രജു എന്നാണ്, പക്ഷെ ഒരമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. മകളുടെ വേണ്ടാത്ത അടുപ്പം മാറാനും നന്നാവാനും എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. കന്യകമാരുടെ ശ്രേയസ്സിന് എന്ന് പറഞ്ഞിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണനാട്ടം കളിയിലെ രാസലീല എന്ന ആ ഒരു ഭാഗം അവിടെ രചിക്കപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഫലസിദ്ധിയായിട്ട് പറയുന്നത് ദാമ്പത്യ കലഹം മാറാനും ദാമ്പത്യമായ ഐക്യം ഉണ്ടാവാനും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ടേമാണ് കന്യകമാരുടെ ശ്രേയസ്സിന് എന്ന് പറയുന്നത് കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പനെ പ്രണയിച്ച അനേകം ഗോപികമാരുണ്ടായിരുന്നു. ഒരു പല 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 കാറ്റഗറിയിലുണ്ടായിരുന്ന ഗോപികമാരായിരുന്നു കേട്ടോ. അവരെ ഗോപികമാരായിട്ട് ജനിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട് കേട്ടോ. പൂർവ്വജന്മങ്ങളിൽ ഭഗവാനെ മോഹിച്ച, ശ്രീരാമനെ മോഹിച്ച അനേകം പേരുണ്ട് അതിൽ. അതല്ലാതെ അവരവരുടെ സുഹൃതം കൊണ്ട് വന്ന് പിറന്നവരുണ്ട്. അങ്ങനെ അനേകം തരത്തിലുള്ള ഗോപികമാരുണ്ട്. ഇതിൽ വിവാഹിതരായിട്ടുള്ള ഗോപികമാരുണ്ട്, വിവാഹിതരല്ലാത്തവരായിട്ടുള്ള ഗോപികമാരുണ്ട്. അപ്പോൾ ദാമ്പത്യ കലഹം മാറി സൗഖ്യമുണ്ടാവാനും ഈ രാസലീല എന്ന ഭാഗം കൊണ്ട് സാധിക്കും. ഇതേമാതിരി തന്നെ കന്യകമാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടും ഈ രാസക്രീഡ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണെന്നാണ് പറയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരു രാസലീല കൃഷ്ണനാട്ടം കളി, രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളി വഴിപാട് നടത്താൻ സാധ്യമാവട്ടെ. അമ്മയുടെ വേദന ഭഗവാൻ കാണട്ടെ, അനുഗ്രഹിക്കട്ടെ. കുഞ്ഞു ആവേനെ അല്ലെങ്കിൽ മോളെ, കുഞ്ഞു ആവയായിരിക്കില്ല, കുറച്ച് വലിയ മോളായിരിക്കും, മോളെ തിരിച്ചു കൊണ്ടുവരട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ.
അടുത്തതായിട്ട് റാണി ഗോപു എന്ന ഐഡിയിൽ നിന്നാണ് കാണുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കള്ളുടിയും പാനിൻ്റെ ഉപയോഗവും കാരണം ഞാൻ വർഷങ്ങളായി വേദന അനുഭവിക്കുകയാണ്. ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ച് വരുന്നുണ്ട്. മക്കളെ ഓർത്താണ് ഞാൻ അതിൽ നിന്ന് പിന്തിരിയുന്നത്. ഞാൻ ഇനി എന്താ വേണ്ടത്? സൈദ് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്തുകൊള്ളാം. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ കാരണം എനിക്ക് ജീവിക്കണം എന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മദ്യപാനികളായിട്ടുള്ള ആളുകളെ അറിയുന്നില്ല അവർ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യമാണ് അല്ലേ ഇങ്ങനൊരു സംഭവം. അതല്ലാതെ പ്രിയപ്പെട്ടവരല്ലാതെ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് അവരൊരു പരിഹാസ കഥാപാത്രം മാത്രമാണ്. അവർ ഇതിൽ നിന്ന് എന്ത് സുഖമാണ് നേടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നുമില്ല എന്ന് തന്നെ വേണ്ടി വരും പറയാൻ. പണം കൊടുത്ത് നമ്മൾ അസുഖങ്ങളെ വരുത്തി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ നല്ല ജീവിതം നശിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവണുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ താമരപ്പൂ ഗുരുവായൂരപ്പനെ സമർപ്പിക്കൂ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. താമരപ്പൂ എന്തുകൊണ്ടാണെങ്കിൽ ചെളിയിൽ വളരുന്ന താമരപ്പൂ എന്നാണോ എടുത്ത് ഭഗവാന് സമർപ്പിക്കുന്നത് എന്നാണ് ആ താമരപ്പൂ ഒരു ഡിവൈൻ താമരയായി മാറുന്നത് അല്ലേ. അതേമാതിരി തന്നെ ഈ ചളിക്കുണ്ടിൽ കിടക്കുന്ന ഇതൊന്നും അറിയാതെ അവരുടെ സുഖത്തിന്, അവരുടെ കുറച്ച് ഏതാനും ചില നിമിഷത്തെ സുഖത്തിന് വേണ്ടി മാത്രം ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ എന്താ പറയുക ഉപയോഗം ആശ്രയമാക്കിയിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് താമരപ്പൂ ഗുരുവായൂരപ്പനെ സമർപ്പിക്കൂ. എപ്പോഴൊക്കെ വരാൻ പറ്റുന്നുണ്ടോ ഗുരുവായൂർ അപ്പോഴൊക്കെ താമരപ്പൂ സമർപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ മാറിയാൽ അദ്ദേഹത്തിനെയും കൊണ്ടുവന്ന് താമരപ്പൂ കൊണ്ട് തുലാഭാരം നേർന്നോളൂ കേട്ടോ. 50 രൂപയാണ് താമരപ്പൂ കൊണ്ട് തുലാഭാരം 1 കിലോന് വരിക. അപ്പോൾ എത്ര വേണം എന്നുള്ളതൊക്കെ ഭക്തയുടെ ഇഷ്ടമാണ്. അതായത് എപ്പോൾ വേണം എന്നുള്ളത്, എത്ര വേണം എന്നുള്ളതല്ല, എത്രയാണോ നിങ്ങളുടെ ശരീരഭാരം അതിനനുസരിച്ചാണ് ഇവിടെ തുലാഭാരം ചെയ്യേണ്ടത്. എപ്പോഴാണോ സാധിക്കുക അപ്പോൾ വന്നിട്ട് അദ്ദേഹത്തിനെ കൂട്ടി വന്ന് തുലാഭാരം തൂക്കിക്കോളൂ. മനസ്സിന് സമാധാനം കിട്ടട്ടെ. വേണ്ടാത്ത ചിന്തയൊക്കെ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. ആത്മഹത്യ ഒന്നും ചെയ്യാൻ അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഹി ഈസ് ബീങ് വിത്ത് അസ്. അതിന് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതിലെല്ലാം ഭഗവാനെ കാണാൻ സാധിക്കും. ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ ഗുരുവായൂരപ്പനോട് എപ്പോഴും പറയാറുണ്ട്, ഇഫ് ഐ കുഡ് ബി ഇൻവിസിബിൾ, എനിക്ക് ഇൻവിസിബിൾ ആവാൻ കഴിഞ്ഞെങ്കിൽ, അദൃശ്യമാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനോട് പറയും. എന്തിനാ ഞാൻ അദൃശ്യം? ഞാൻ തന്നെ ഗുരുവായൂരപ്പനോട് സംസാരിക്കുകയാണ്, ഉണ്ണി കൃഷ്ണ എനിക്ക് അദൃശ്യമാവാൻ മോഹമുണ്ട്. അപ്പോൾ ഭഗവാൻ ചോദിക്കുക, എന്തിനാ നീ അദൃശ്യമാവണത്? വേറൊന്നിനും അല്ല ഉണ്ണികൃഷ്ണ, എനിക്ക് അങ്ങേ വന്ന് കാണണം. ഇപ്പോൾ സോപാനം തൊഴിലില്ല, കുറേ കാലമായിട്ട് സോപാനം തൊഴിലില്ല, ഇപ്പോൾ തിരക്കുള്ള കാരണം. ഈ സോപാനത്തിൻ്റെ അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ ആരും മാറൂ എന്ന് പറയാതെ നിന്ന് തൊഴണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഭഗവാൻ ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഉണ്ണികൃഷ്ണൻ ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഗംഭീരമായിട്ട് ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് ഭഗവാൻ ഒരു 5 മിനിറ്റ് നേരം തന്നാൽ മതി. ഇൻവിസിബിൾ ആവാം, ആരും എന്നെ കാണാൻ പാടില്ല. 5 മിനിറ്റ് നേരത്തേക്ക് മതിയോ? 5 മിനിറ്റ് നേരത്തേക്ക് മതി. എന്നിട്ട് എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഉണ്ണികൃഷ്ണനെ കാണുക, അത്ര മാത്രമേ വേണ്ടൂ. എവിടെ നിന്നാ കാണണ്ടേ? നിനക്ക് ശ്രീലകത്ത് കയറണം എന്നാണോ? എനിക്ക് ശ്രീലകത്തൊന്നും കയറണ്ട. എനിക്ക് അവിടെ എന്താ പറയുക, സോപാനത്തിൻ്റെ അടുത്ത് ഒരു ഭക്തനെ ഏറ്റവും അടുത്ത് എവിടം വരെ എത്താൻ പറ്റുമോ അത്രയും, അത് കീഴ്ശാന്തിക്കാരോ അല്ലെങ്കിൽ ഓദിക്കന്മാരോ മേൽശാന്തിയോ തന്ത്രിയോ കയറുന്നിടത്തൊന്നും എനിക്ക് കയറണ്ട. എനിക്കൊരു ഭക്തൻ്റെ ആ ഒരു പ്ലേസ് മാത്രമേ വേണ്ടൂ. ഇത്രേ വേണ്ടൂലേ? അതിനിപ്പോൾ എന്താ വേണ്ടേ? അദൃശ്യമാവണം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അദൃശ്യമാവണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഞാൻ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇന്ന് എന്താ ചെയ്തതെന്നറിയോ? ഇന്ന് ഉച്ചപൂജയുടെ സമയത്ത് ഉണ്ണികൃഷ്ണൻ അദൃശ്യമൊന്നും ആവാണ്ട് 5 മിനിറ്റ് നേരം സോപാനത്തിൽ വേറെ ആരും ഇല്ലാതെ തൊഴാനുള്ളൊരു അനുഗ്രഹം അങ്ങോട്ട് തന്നു. അപ്പോൾ അവിടെ നിന്ന് തൊഴുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ എൻ്റെ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണ എനിക്ക് അദൃശ്യമായിട്ട് ഇവിടെ വന്ന് നിന്ന് തൊഴണം പറ്റണം എന്ന്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ശ്രീലകത്തിരുന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അദൃശ്യമൊന്നും ആവാതെ തന്നെ സവിതയ്ക്ക് എന്നെ കാണാൻ പറ്റണില്ലേ? ആരും ഇപ്പോൾ സവിതയോട് മാറാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഭഗവാന് സത്യമാണ്, ഭഗവാനോട് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഭഗവാൻ എനിക്ക് സാധിച്ചു തരണേ. അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാൻ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടത്. ഈസ് ഓൾവേസ് ബീങ് വിത്ത് അസ്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്,
എപ്പോഴും ഉണ്ട്, എല്ലാ നിമിഷവും ഗുരുവായൂരപ്പനുണ്ട്. അപ്പോൾ നമ്മൾ മരിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്, പകരം ഭഗവാനോട് പറയാം, ഇങ്ങനെ തന്നെ സംസാരിക്കുക. എനിക്ക് മഹാപ്രഭുവാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് അറിയില്ല, നിങ്ങളുടെ ഭാഷയിൽ ഉണ്ണി കൃഷ്ണ എനിക്കിതാ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭക്ത പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ, ഉണ്ണി കൃഷ്ണ അങ്ങ് അനുഗ്രഹിച്ചിട്ടല്ലേ എനിക്കൊരു വിവാഹം നടന്നത്. ഈ വിവാഹത്തിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് അതിയായിട്ട് ഇഷ്ടമായി, സന്തോഷമായി ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് തന്നതിൽ. പക്ഷേ ഇദ്ദേഹത്തിന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ട്, ഇതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. ഇദ്ദേഹത്തിനോടുള്ള എൻ്റെ അമിതമായ സ്നേഹം കൊണ്ടാണ് എനിക്ക് ഇദ്ദേഹം ഇങ്ങനെ നശിച്ച് കാണുന്നത് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. എന്നാ എനിക്കിതിനൊരു പരിഹാരം കണ്ടു തരിക എന്ന് ചോദിച്ചുകൊണ്ടൊന്ന് നമസ്കരിച്ച് നോക്കൂ. ഉണ്ണികൃഷ്ണൻ ഇങ്ങനത്തെ പ്രാർത്ഥനകളൊന്നും കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. വേറെ ഒരു ഈശ്വരനും ഇല്ലാത്ത ഒരു വൈഭവമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്. നിയമങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈഭവം. എന്താ, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് കുളിക്കണം, ഇത്ര നാമം ജപിക്കണം, ഇത്ര ഇന്ന രീതിയിൽ ജീവിക്കണം, ഒന്നുമില്ല, ഒന്നും തന്നെയില്ല. എന്താ വേണ്ടത്? സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യൂ, ഗുരുവായൂരപ്പനോട് എക്സ്പ്രസ് ചെയ്യൂ. ഗുരുവായൂരപ്പനോട് എല്ലാം പറയാം, നമുക്ക് എങ്ങനെയും പറയാം. യോഗേശ്വരനാണ് എന്ന ആ ഒരു ഭാവം ഭഗവാനുണ്ട് എന്നത് മറക്കാതെ ഭഗവാനോട് പറഞ്ഞോളൂ, എന്തും പറഞ്ഞോളൂ. ഗുരുവായൂരപ്പനോട് സംസാരപ്രിയനാണ് ഗുരുവായൂരപ്പൻ. എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് സംസാരിക്കാനായിട്ട്. ഈവൻ ഊമയായിട്ട്, നാവ് കൂടാതെ ജാതന്മാരായിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ ആശ്രയിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ധൈര്യമായിട്ട് വിളിച്ചോളൂ ഉണ്ണികൃഷ്ണനോട്. നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. എന്ത് പറയുകയാണെങ്കിലും അതവിടെ ചിരിച്ചുകൊണ്ട് കേൾക്കുന്നവനാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഭഗവാൻ നമുക്ക് തരുകയും ചെയ്യും. ഇതേമാതിരി ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ലേ, ഇതേമാതിരി നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇതല്ലേ നീ ആഗ്രഹിച്ചത്, ഇത്ര മതിയോ എന്ന് ചോദിക്കും. ഇതിൽ കൂടുതൽ നമുക്ക് പറയാൻ വാക്ക് കിട്ടില്ല. അങ്ങനെ ഭഗവാൻ നമ്മളെ സ്നേഹിക്കും, ചേർത്ത് നിർത്തും. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് മിനി ഗണേഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം സവിത. സവിതയ്ക്ക് മെസ്സേജ് ഇട്ടിട്ട് എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. ഒന്നുകൂടെ ചോദിക്കുകയാണ്, മറുപടി തരുമോ? എൻ്റെ മോളുടെ ഒരു ഇഷ്ട കല്യാണമായിരുന്നു. അച്ഛനും മോളും തമ്മിൽ പിണങ്ങിയിട്ട് 6 വർഷമായി. പിണക്കം മാറി പഴയതുപോലെ ആവാൻ നാരായണീയത്തിലെ ഏത് ദശകമാണ് വായിക്കേണ്ടത്? എന്ത് തരത്തിലുള്ള പ്രശ്നത്തിനും നാരായണീയത്തിലെ 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ സിദ്ധ ഔഷധം പോലെ സ്വീകരിച്ചോളൂ. ഇതിലൊരു മാറ്റവുമില്ല. എന്നാൽ ഈ അമ്മ ഈ മിനിച്ചേച്ചി സ്വീകരിക്കുമ്പോൾ 70ാമത്തെ ദശകം കൂടെ ചേർത്ത് ചൊല്ലണം. 70ാമത്തെ ദശകത്തിൽ ഒരു സുദർശനൻ്റെ കഥ പറയുന്നുണ്ട് കേട്ടോ. ഈ സുദർശനൻ എന്ന ഒരു പാമ്പ്, ഒരു പെരുമ്പാമ്പ് ഒരു ദിവസം നന്ദഗോപരെ ചുറ്റിപ്പിണഞ്ഞ് വിഴുങ്ങാൻ പോവാണ്. ചുറ്റിപ്പിഴഞ്ഞു പിണഞ്ഞു ഈ പെരുമ്പാമ്പ്. ഈ സമയത്ത് ഗോപന്മാരെല്ലാം തീപ്പന്തം വെച്ച് അടിക്കുകയും വളരെ ആയുധങ്ങൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്തിട്ടും പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ്, നന്ദഗോപരെ ചുറ്റിക്കൊണ്ട്. ഒരു തരത്തിലും വിടാനുള്ള ഭാവമില്ല. ഒടുക്കം എല്ലാവർക്കും പേടിയായി. അപ്പോഴാണ് അവർ വിചാരിക്കുക, എന്താപത്ത് വന്നാലും നമ്മളെ രക്ഷിക്കാറുള്ളത് ആരാ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണ ഓടി വരൂ എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ണികൃഷ്ണൻ ഓടി വരുമ്പോൾ കണ്ടത് അച്ഛനെ ഇങ്ങനെ ചുറ്റി പിണഞ്ഞുകൊണ്ട് പെരുമ്പാമ്പ് നിൽക്കുന്നതാണ്. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ടാ കൊടുത്തതും ആ പെരുമ്പാമ്പിൻ്റെ രൂപം മാറി ഒരു സുദർശനൻ എന്ന വിദ്യാധരനായി മാറി. അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് തിരിച്ചുപോയി. മഹർഷിമാരുടെ ശാപം കൊണ്ടാണ് പെരുമ്പാമ്പായി മാറേണ്ടി വന്നത്. അപ്പം അച്ഛനെ രക്ഷിക്കുകയാണ് ചെയ്തത്. 1-2 സന്ദർഭങ്ങളിൽ ഗുരുവായൂരപ്പൻ അച്ഛനെ രക്ഷിച്ച കഥ പറയുന്നുണ്ട്. ഒന്ന് വരുണൻ്റെ അടുത്ത് പോയത്, പിന്നൊന്ന് ഇത് ഒക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അച്ഛനോട് അമിതമായിട്ടുള്ള ഇഷ്ടമുള്ള കുട്ടിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണനെ 70ാമത്തെ ദശകവും കൂടെ ചൊല്ലി നമസ്കരിച്ചോളൂ. അച്ഛന് തിരിച്ച് മകളോടും ഒരു ദേഷ്യവും ഇല്ലാതിരിക്കാനും ഇതന്നെ ചൊല്ലി നമസ്കരിച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. അതേമാതിരി എനിക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ തൊഴുമ്പോൾ
എപ്പോഴും തോന്നാറുള്ളതാണ് കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണന് വാസുദേവാ എന്നുള്ള വിളി കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ വസുദേവരുടെ ഉണ്ണിനെയാണേ എന്ന് പറയും, വലിയ ഇഷ്ടമാണ് തോന്നും. വാസുദേവാ എന്നുള്ള വിളി ഒരു ദിവസം എത്ര തവണ അറിയോ അമ്പലപ്പുഴയിൽ മുഴങ്ങി കേൾക്കാൻ സാധിക്കുക. ആ പഞ്ചാര പായസം ഉണ്ടാക്കുന്ന, അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര എഴുന്നള്ളിക്കണമെങ്കിൽ വാസുദേവ എന്ന് വിളിക്കണം. വാസുദേവന്റെ സമ്മതം വാങ്ങിയിട്ടാണ് ആ പഞ്ചസാര അതിൽ ചേർക്കാറുള്ളൂ അത്രേ. അതേപോലെ അത്താഴപൂജ കഴിഞ്ഞ് തൃപ്പുകയൊക്കെ കഴിഞ്ഞ് നടയടക്കുന്ന സമയത്ത് വാസുദേവാ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കാറേ വാസുദേവാ എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യം പറയാറുണ്ട് കേട്ടോ അമ്പലപ്പുഴക്കാര്. വേറൊന്നുമല്ല, ഉണ്ണികൃഷ്ണൻ കളിച്ചുകൊണ്ട് നടക്കുകയാണ് അവിടെയൊക്കെ. അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓടിക്കളിക്കുകയാണ്. മതി ഉണ്ണി ഓടി വരൂ, നമുക്ക് ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ടാത്രേ ഈ വാസുദേവ എന്ന് വിളിക്കണേ. 3 നടയിലും നിന്നുകൊണ്ട് വാസുദേവ എന്ന് വിളിക്കും. അപ്പോൾ വാസുദേവൻ ഓടി അകത്ത് കയറി അങ്ങനെയാണ് നടയടയ്ക്കാറുള്ളത് എന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നന്ദഗോപ മഹാരാജാവിൻ്റെ ഉണ്ണി എന്നുള്ള ഉണ്ണീകൃഷ്ണ എന്നല്ലേ വിളിക്കേണ്ടത് അല്ലേ? ഉണ്ണീകൃഷ്ണ എന്ന് വിളിക്കണം. കാരണം ചെറിയ ഉണ്ണികൃഷ്ണനാണല്ലോ ഓടി നടക്കുക. അല്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനാണ്. യാതൊരു സംശയവുമില്ല, ഗുരുവായൂരപ്പന് നന്ദനന്ദനാന്ന് വിളിക്കണത് വലിയ ഇഷ്ടമാണ്, വാസുദേവാന്ന് വിളിക്കണത് വലിയ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉണ്ണിയാണ് എന്ന് തന്നെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് വിളിച്ചോളൂ എല്ലാ ദിവസവും. എത്ര തവണ എന്നൊന്നുമില്ല കേട്ടോ, എത്ര തവണ പറ്റുമോ അത്രയും തവണ ചൊല്ലിക്കോളൂ. അപ്പോൾ നല്ല വ്യത്യാസം വരും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.